വെൽക്കം ബാക്ക് സുനിൽ സാർ. നമ്മൾ ഇതുവരെ കേട്ട സ്റ്റോറിയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ സംഭവങ്ങൾ സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? വ്യത്യസ്തമായ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഒരു സംഭവം പറയാം. ഞാൻ കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്ത് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പം അവിടെ ഒരു ദിവസം ഒരു കടയിൽ നിന്ന് കള്ളനോട്ട് കിട്ടി. കള്ളനോട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം കള്ളനോട്ട് കൊടുക്കുന്ന ഒരാളെ പറ്റി വിവരം കിട്ടി. പക്ഷെ അയാളെ തിരക്കി അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴൊന്നും അയാളെ കിട്ടാറില്ല. അപ്പോൾ ഒരു ദിവസം പകൽ, ഒരു ദിവസം രാത്രി, ഇങ്ങനെ പല ദിവസം മാറി മാറി ചെന്ന് നോക്കി. 2-3 പ്രാവശ്യത്തിന് ശേഷം ചെല്ലുമ്പോഴൊക്കെ ഇയാൾ വീട്ടിലുണ്ടാവും. കുന്നിൻ്റെ മുകളിലാണ് അയാളുടെ വീട്. അയാൾ നമ്മളെ കാണുമ്പോൾ ഇറങ്ങി ഓടിക്കളയും. അന്ന് നമ്മൾ ചെറുപ്പമാണ്, നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. ഇയാൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് അയാൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളെ പിടിക്കാൻ പറ്റില്ല. കാരണം കീഴോട്ടുള്ള ഇറക്കമാണ്. കുന്നിൻ്റെ മുകളിൽ നിന്ന് അയാൾ ഭംഗിയായിട്ട് ഓടും താഴേക്ക്. കാരണം അയാൾ എല്ലാ ദിവസവും ഓടി നല്ല ശീലമുള്ള ആളാണ്. നമ്മൾ ആദ്യമായിട്ട് ചെന്ന് താഴേക്ക് ഓടിക്കഴിഞ്ഞാൽ ഓഫ് ബാലൻസ് ആയിപ്പോൾ നമ്മൾ വീഴും. അപ്പോൾ 1-2 പ്രാവശ്യം ഇയാളുടെ പുറകെ ഓടി നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വീഴാതെ. അപ്പോൾ പിടിക്കണമെന്നുള്ള വാശിയും കൂടി വരും. ഇയാൾ അതൊരു രസമായി കാണുന്ന പോലെ നമ്മളെ ഓടിക്കുക. അയാൾക്കുള്ള മെച്ചമെന്ന് പറഞ്ഞാൽ ജീപ്പ് താഴെ നിന്ന് കയറി വരുമ്പോഴേ അയാൾക്ക് കാണാം അയാളുടെ വീട്ടിലിരുന്നാൽ. അപ്പം നമ്മൾ ജീപ്പിനകത്ത് നിന്ന് ഇറങ്ങി വരുമ്പം അയാൾ പകുതി വഴി നോക്കും, നമ്മളെ നോക്കി ചിരിക്കും, ചിലപ്പോൾ ഒരു ടാറ്റ കാണിക്കും, പോകണമെന്നുള്ള മട്ടിൽ അയാൾ ഓടിപ്പോകും. അപ്പോൾ ആൾക്കാർക്ക് ഇതൊരു രസമായി. കാരണം എന്നും പുറകെ ഓടുന്ന രസയും പിടിതരാത്ത ഒരു കുറ്റവാളിയും കൂടെ ഉള്ളൊരു മത്സരമായിട്ട് ഇതങ്ങ് മാറി. അപ്പോൾ അതൊരു അഭിമാന പ്രശ്നമായി. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരോടൊക്കെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ അന്നത്തെ DYSP സാമുവൽ സാറാണ്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ് ഓഫീസർ. പല കാര്യത്തിലും എന്നോട് വളരെ സ്നേഹമുള്ള ആളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ യൂണിഫോം ഇട്ട് പോലീസ് ജീപ്പിൽ ചെന്നിട്ടല്ലേ അവൻ ഓടിക്കളയണം, നീ അല്ലാതെ ചെന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ആൾക്കാർ അതൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചു. ഇവൻ വരുമ്പോൾ അറിയിക്കാൻ പറഞ്ഞു. പക്ഷേ അതിലൊരു ബിരുദൻ, അവന് വിരോധമുള്ള ഒരു വീട്ടിൽ അന്നൊരു കല്യാണ നിശ്ചയം നടക്കുകയായിരുന്നു, പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ കൂടെ. അപ്പോൾ ആ പെണ്ണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവൻ ഞങ്ങളെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്, ഈ ആൾ ആ വീട്ടിലിരിപ്പുണ്ട്, അകത്തെ മുറിയിൽ പോലീസ് വന്നാൽ കാണാത്ത വിധത്തിൽ കയറി ഇരിപ്പുണ്ട്, ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവൻ രണ്ടെണ്ണം അടിക്കുന്ന കക്ഷിയും കൂടെയാണ്. എന്നാലും പോയി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് നടക്കുന്ന ഒരു തന്നെ. ഞങ്ങൾ പോലീസ് പാർട്ടിയൊക്കെ കൂട്ടി പഴയതുപോലെ ചെന്നു. ആ വീടിൻ്റെ മുൻവശം കൊണ്ടുവന്ന് വണ്ടി നിർത്തി 4 വഴിക്കും കൂടെ ഓടി അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ പെണ്ണ് മുടിയിൽ പൂവൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അകത്ത് കയറിയപ്പോൾ ആൾക്കാരെല്ലാവരും വല്ലാതെ പരിഭ്രമിച്ചു. അപ്പോൾ വന്നവരൊക്കെ കട്ടിലിൻ്റെ കീഴേയും മറ്റൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പം പെണ്ണ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. പെണ്ണിൻ്റെ അമ്മ കരഞ്ഞു. അതോടുകൂടി പെണ്ണിൻ്റെ ആങ്ങളെയും അച്ഛനും എല്ലാവരും ഓടി വന്നു. അവിടെ വല്ലാത്തൊരു സീനായി. എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇയാളെ പിടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണിൻ്റെ ആങ്ങളെയും അച്ഛനും കൂടെ എന്നോട് ചോദിച്ചത്, അയാൾ ഇവിടെയാണോ താമസം, അയാളുടെ വീട്ടിൽ പോയി നോക്കാതെ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിൽ വന്ന് ഇത് കലക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പം മറ്റവൻ ഈ വീട്ടുകാരോടുള്ള വിരോധം തീർത്താണ് ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുമായിട്ടൊരു ഡിസ്റ്റൻറ്റ് റിലേഷൻ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സത്യസന്ധമാണെന്ന് വിശ്വസിച്ചത്. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഊരിപ്പോകാൻ അവിടെ കൈയും കാലും പിടിച്ച് അബദ്ധം പറ്റിയതാണ്, തെറ്റിദ്ധരിപ്പിച്ചതാണ്, ചേട്ടൻ ക്ഷമിക്കണം. അപ്പം ചെക്കൻ്റെ വീട്ടുകാരോട് ഞങ്ങൾ പറഞ്ഞു, പെണ്ണെ പറ്റി അങ്ങനെ യാതൊരു കുഴപ്പമുള്ള പെണ്ണല്ല, ഏറ്റവും നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് അവിടെ നൂരി പോരേണ്ടി വന്നു. അപ്പോൾ അന്നും ലഭ്യരായിട്ട് ഞങ്ങൾ പോന്നു. ഞങ്ങൾ ഇയാളെ തിരക്കി പോയി. നാണം കെട്ട കഥ നാട് മുഴുവൻ അറിയുകയും ചെയ്തു. SI പാർട്ടിയും കൊണ്ട് കല്യാണ വീട്ടിൽ ഇടിച്ച് കയറി, അതിൻ്റെ നാണക്കേടുമായി. അപ്പോൾ വൈകുന്നേരമായപ്പം CI സാറിനെ വിളിച്ച് ചോദിച്ചു, നീ എന്താ കല്യാണ വീട്ടിലേക്ക് ഓടിക്കയറണമെന്ന് ചോദിച്ചു. അവിടെ പരാതിയായിട്ട് ചെന്നിരുന്നു. അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെയൊക്കെ സമാധാനിപ്പിച്ചു വിട്ടു. ഞങ്ങൾക്ക് കുറച്ചുകൂടെ വാശി കൂടി. പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റുള്ളൂ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. രാത്രിയും പകലും ഒക്കെ പഴയ ഓട്ടം തന്നെ. അപ്പോൾ ഇയാൾക്ക് കുറച്ചുകൂടെ തമാശ കൂടി. ഇയാൾ നമ്മളെ കൈ കാണിച്ചിട്ടോടാനൊക്കെ തുടങ്ങി. എനിക്ക് ആ സമയത്ത് അവിടുത്തെ ഒരു പള്ളിയിൽ അച്ഛനുമായിട്ട് ഞാൻ അടുപ്പമാണ്. ഒരു കൊച്ചച്ഛനോട് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് നാട്ടിലൊരു നാടകം ഉണ്ട്, അപ്പോൾ അച്ഛൻ്റെ ഈ ലോഹ എനിക്കൊന്ന് തരുമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ലോഹ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അതിന് വികാരി അച്ഛൻ്റെ അനുവാദമൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാൻ ഒരു ദിവസം കൊണ്ട് ഇട്ടത് അഴുക്കാക്കാതെ കൊണ്ട് തന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് അത്രയ്ക്ക് അടുപ്പമാണ്. ഞങ്ങൾ വൈകുന്നേരമൊക്കെ അവിടെ പോയിരിക്കും, അച്ഛനടുത്തൊരു ചായയൊക്കെ കുടിക്കും. അപ്പോൾ അടുപ്പമുള്ളത് കൊണ്ട് അച്ഛൻ ലോഹ എടുത്ത് തന്നു. എന്നോട് പറഞ്ഞു, സൂക്ഷിക്കണം, ഇതറിയാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു സന്ധ്യ ആയപ്പം അവിടെ അടുത്തുള്ള ഈ ജീപ്പുകളൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് ഒരാളെ വിളിച്ചിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അയാൾ ജീപ്പ് കൊണ്ട് അവിടെ വന്നു. താക്കോല് തന്നോളൂ, നീ ഇവിടെ ഇരുന്നോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. സാറേ ജീപ്പ് ഞാൻ നോക്കിക്കൊള്ളാം, നീ പഠിക്കാനൊന്നുമില്ല. ജീപ്പ് വാങ്ങിച്ചു. ഞാൻ ലോഹയിട്ട് പുറത്തിറങ്ങിയപ്പം അടുത്ത വീട്ടിൽ എന്നെ പരിചയമുള്ള തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അവർക്ക് എനിക്കൊരു സ്തുതി എന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു തോന്നുന്നു. മുഖത്ത് ചിരിയൊക്കെ. ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്ന്
ജീപ്പ് എടുത്ത് നേരെ പുറത്തേക്ക് വന്നു. അപ്പം പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. അവിടെ പോകും, ഞാൻ ഇവനെ കാണും, കണ്ടാൽ മിക്കവാറും അവനെ കൈ കിട്ടും. ഞാൻ ചെന്നാൽ 2 മിനിറ്റിനുള്ളിൽ എൻ്റെ അടുത്തേക്ക് ഓടി എത്തണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ജീപ്പ് കയറ്റം കയറി ചെല്ലുമ്പം അവൻ്റെ വീട്ടിൽ നിന്ന് 2 സ്ത്രീകളെ വന്ന് നോക്കണേ ഞാൻ കണ്ടു. അപ്പോൾ പ്രൈവറ്റ് ജീപ്പാണ്, അവിടെ കൊണ്ടേ നിർത്തി. അപ്പം അനക്കമില്ല, ആരും ഓടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആളില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോരാ എന്ന് വിചാരിച്ച് ജീപ്പ് വളയ്ക്കണോ വേണ്ടോ എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയപ്പം ഇയാൾ തല പുറത്തേക്കിട്ടു. അപ്പം ഞാൻ കൈ രണ്ടും കൂടെ ഞാനിങ്ങനെ ഒന്ന് കൂപ്പി കാണിച്ചു. അയാളും എന്നെ കൈ കൂപ്പി കാണിച്ചു. ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ പതുക്കെ ഈ കുഞ്ഞാട് എൻ്റെ അടുത്തോട്ട് നടന്നു വന്നു. തൊട്ടടുത്ത് വന്നപ്പം ഞാൻ ചാടി ഇറങ്ങി ഇയാളെ കെട്ടിപ്പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഇയാൾ ഇച്ചിരി ആരോഗ്യമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പുറകിൽ നിന്ന് പിടിച്ചു, കഴുത്തിനും കൈക്കും കൂടെ ലോക്കിട്ടങ്ങ് പിടിച്ചു. അപ്പോൾ എനിക്കറിയാം 2 മിനിറ്റിനുള്ളിൽ മറ്റൊരു വരും. അത്രയും നേരം പിടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. കാരണം വീട്ടുകാർ ഓടി വന്നു കഴിഞ്ഞാൽ അവർ വല്ലതും കൊണ്ടുവന്ന് ഉപദ്രവിക്കുകയെല്ലാം ചെയ്താൽ പ്രശ്നമാകും, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ പിടി വിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നാണക്കേടാവും. എന്തായാലും ഞാൻ പിടിവിട്ടില്ല, കഴുത്തും കൈയും കൂടെ ഇട്ട് നല്ലപോലെ മുറുക്കി അങ്ങ് പിടിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ചത്തുപോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി വേഷം കാണിച്ചാൽ ഞെക്കി കൊല്ലുമെന്നും പറഞ്ഞ് ഞാൻ ലോക്ക് നല്ലപോലെ ഇട്ട് കഴുത്തിലൂടെ ഇട്ട് അങ്ങ് മൂട്ടി പിടിച്ചു. അപ്പോൾ അയാളുടെ ഭാര്യ അവിടെ നിന്ന് അയ്യോ ഒരു അച്ഛൻ വന്ന് കൊല്ലണേ എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ച് കരയുന്നുണ്ട്. അവർക്കൊരു കൺഫ്യൂഷൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ SI ആണ്, ഞാനിങ്ങനെ വന്നു. ആ സമയം കൊണ്ട് ഞാൻ ഓർക്കുന്നു എൻ്റെ അസിസ്റ്റൻറ്റ് റൈറ്ററാണ്, ചെറുപ്പക്കാരൻ പയ്യനാണ്. അയാളും വേറെ 2 പേരും കൂടെ പെട്ടെന്ന് പോലീസ് ജീപ്പ് ഓടിയെത്തി ഞങ്ങൾ ഇയാളെ പിടിച്ച സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പം എനിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ലോഹയുടെ മുകൾ വശത്തെ ബട്ടണൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി ഒന്ന് അഴുക്കാകുകയൊക്കെ ചെയ്തു. എങ്കിലും അത് കൊണ്ടുപോയി നന്നായിട്ടൊന്ന് കഴുകിച്ച് സ്റ്റിച്ചൊക്കെ ചെയ്യിച്ച് അച്ഛന് കൊണ്ടേ കൊടുത്തു. പിറ്റേ ദിവസം ഇയാളെ പിടിച്ചപ്പോൾ അത് വലിയ വാർത്തയായി. കാരണം കുറേ കാലമായി പിടികിട്ടാപ്പുള്ളിയാണ്. അപ്പോൾ വേഷം മാറി പിടിച്ചു എന്ന് മാത്രമേ പത്രക്കാർ എഴുതിയുള്ളൂ ഭാഗ്യത്തിന്. അല്ലെങ്കിൽ വികാരി അച്ഛൻ്റെ വേഷം വിട്ടി എന്ന് പിടിച്ചിരുന്നെങ്കിൽ അത് ഭയങ്കര സെൻസേഷനായേനെ. ചിലപ്പോൾ ഇനി ഏത് രീതിയിലേക്ക് അത് ടേൺ ചെയ്യുമായിരുന്നെന്ന് അറിയില്ല. എന്തായാലും അയാളെ പിടിക്കുക റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇയാളൊരു വലിയ ബിരുദനാണ്. ഇയാൾ ആൾക്കാരെയൊക്കെ സ്വാധീനിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ഇയാളുടെ വീട്ടിൽ ഇയാളിരിക്കുന്ന കസേരയുടെ കീഴെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേൽ ഒന്ന് പ്രസ് ചെയ്യുമ്പം അകത്തിരിക്കുന്ന ഫോൺ റിങ് ചെയ്യും. അപ്പോൾ അകത്തുനിന്ന് കളക്ടറാണ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നൊരുത്തൻ കൊണ്ടുവന്ന് ഇയാളുടെ അടുത്തേക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഇയാൾ മറ്റേ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ മറ്റേ ഇതൊക്കെ വലിച്ച് സംസാരിക്കുന്ന ഫോൺ എടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച കാണാൻ പറ്റിയില്ല, ഞാൻ ഈ ആഴ്ച കാണാം. കഴിഞ്ഞ പ്രാവശ്യം പോലെ ഗസ്റ്റ് ഹൗസിലൊന്നും വേണ്ട കേട്ടോ, നമുക്ക് വേറെ ഇടമുണ്ട്. പിന്നെ ഓഫായിട്ട് അടിക്കരുത്, പിന്നെ സാറിൻ്റെ പൊസിഷൻ ഓർത്ത് വേണം അത് ചെയ്യാൻ. വരൂ കാണാം. എന്നെ SP വിളിച്ചിരുന്നു, നമുക്ക് 3 പേർ കൂടെ ഇരിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇയാളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സൊക്കെ പെട്ടെന്ന് ഇതിനകത്തേക്ക് വീണു പോകും. ഇയാളുടെ പരിപാടി കള്ളനോട്ടുണ്ട് തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ പേപ്പർ വെട്ടിയിട്ട് ഈ നോട്ട് തട്ടിപ്പെന്ന് പറയുന്ന പരിപാടിയും ചെയ്യും. അതായത് മുകളിലും താഴെയും ഒരു 10 നല്ല നോട്ടുകളോ അല്ലെങ്കിൽ കള്ളനോട്ടുകളോ വയ്ക്കും. അതിനകത്ത് ഇരിക്കുന്നത് മുഴുവനും ഈ പേപ്പറിൻ്റെ വലിപ്പത്തിൽ, നോട്ടിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറുകൾ റബ്ബർ ബാൻഡ് ഇട്ടോ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് ക്ലിപ്പ് ഇട്ടോ ഒക്കെ വെച്ചിരിക്കും. അപ്പോൾ ഈ ഒരാളുടെയൊക്കെ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ വന്നാൽ ഞാൻ 20 ലക്ഷം രൂപയുടെ കള്ളനോട്ട് തരാമെന്ന് പറഞ്ഞ് ആൾക്കാരെ വരുത്തും. ഈ നോട്ട് കൈമാറൽ ഉടനെ ഒന്നുകിൽ പോലീസ് രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ പിടിക്കാൻ വരുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ബഹളം വരുന്നു. 2-3 പേര് വന്നവരെ ഇടിക്കുന്നു. അവർ ഇടിയും കൊണ്ട് കിട്ടിയ പൈസയും കൊണ്ട് ഓടുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാണ്. പിന്നെ ഇയാളെ തപ്പിയാൽ കിട്ടുകയില്ല. ഇതാണ് ഇയാളുടെ വേറൊരു മോഡസ് ഓപ്പറാൻഡി. എന്തായാലും അയാളെ പിടിച്ചു റിമാൻഡ് ചെയ്തു. പത്രത്തിൽ വലിയ ഒരു വാർത്തയൊക്കെ വന്നു. പോലീസിൻ്റെ ഇമേജ് നന്നായിട്ട് വർദ്ധിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. കള്ളനോട്ടുകാരനെ പിടിക്കാൻ കല്യാണ വീട്ടിൽ പോയതും അച്ഛൻ്റെ ലോഹയായിട്ട് കള്ളനോട്ടുകാരനെ പിടിച്ചതും ഒരു രസകരമായ അനുഭവമായിരുന്നു. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.